ഇതാണ് മൊത്തം ഇമാം ഷാഫി മഖ്ബറ എന്നാ പറയുന്നത്. ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ. മാഷാഅല്ലാഹ്. ഷാഫി ഇമാമിന്റെ മഖാമിന്റെ ഉള്ളിലേക്ക് കയറുന്നിടത്ത് ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച ഒരു സ്ഥലമുണ്ട്. ഇത് പണ്ടത്തെ മാർബിളാണ് അത്ര. ഇതാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഹോള് കണ്ടോ? ഈ ഉള്ളിലേക്കൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഹോളിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈജിപ്തിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞാനിപ്പം നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെയാണ് ഹോസ്റ്റൽ. ആ വണ്ടിയൊക്കെ ഉണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇതൊരു ചെറിയൊരു പോക്കറ്റ് റോഡാണ്, മെയിൻ റോഡാണ് കാണുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ടാക്സി എന്തെങ്കിലും ബുക്ക് ചെയ്യണം. ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോകാനുള്ള സ്ഥലത്തേക്ക്. നമ്മൾ പോകുന്ന എടുക്കാന്നോ? ഷാഫി ഇമാമിൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഷാഫി ഇമാമിൻ്റെ മസാറിലേക്കാണ് പോകുന്നത്. ഇസ്ലാമിക് കൈറോയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് മസാറുകളുണ്ട്. നമുക്കിന്ന് ഏതൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും, സന്ദർശിക്കാൻ പറ്റും എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഞാനിവിടെ മെയിൻ റോഡിൻ്റെ അടുത്തെത്തി. യൂബറിൽ ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ യൂബറിൽ ഒരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. വരുമോ നോക്കാം. ഇവിടെ യൂബറിൽ ബൈക്ക് ടാക്സിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഗല്ലികളൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഗല്ലികൾ പോലെ തന്നെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞേ നിങ്ങൾ ഇന്ത്യയിലെ പോലെയുള്ള ട്രാഫിക് ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ നല്ല പൊടിയാണ്. വേണ്ട, നല്ല പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത്. ഈ ബിൽഡിംഗ് ഉണ്ടോ? നല്ല ചോപ്പ് ഇഷ്ടിക കൊണ്ടാണ്. പുറം ഭാഗം അധികം തേക്കുന്നില്ല, എന്നാൽ ചിലത് തേച്ചിട്ടുണ്ട്. ഇവിടുന്ന് 17 കിലോമീറ്ററാണ് പോകുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ ബൈക്ക് കയറി യാത്ര തുടരുകയാണ് കേട്ടോ. 17 കിലോമീറ്ററാണ് ഉള്ളത്. ക്യാഷാണ് ഞാൻ യൂബറിൽ കൊടുത്തിട്ടുള്ളത്. ക്യാഷ് കൊടുത്താൽ മതി. നമ്മൾ ഈ അറബി ബോർഡുകൾ മാറ്റി വെച്ചാൽ ഒരുപാട് ഇന്ത്യയുമായി സാമ്യമുള്ള തെരുവുകളൊക്കെയാണ് കാണുന്നത്. ബിൽഡിങ്ങുകളിൽ വ്യത്യാസമുണ്ട്, ഇന്ത്യൻ തെരുവുകളെ പോലെ തന്നെ. ഈത്തപ്പഴത്തിൻ്റെ മരമല്ലേ കാണുന്നത്. ബൈക്ക് യാത്ര വേറെ എക്സ്പീരിയൻസ് ആണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറായി ലൊക്കേഷൻ ഇട്ടിട്ട് യൂബർ ബുക്ക് ചെയ്താണ്. ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് മൊത്തം ഇമാം ഷാഫി മഖ്ബറ എന്നാ പറയുന്നത്. ഇനിയിപ്പോൾ ഇതില് നമ്മുടെ ഇമാമിന്റെ മഖ്ബറ എവിടെയാണ് കണ്ടെത്തന്നെ വേണം. ഇവിടെ ഒരുപാട് ഖബറുകളാണുള്ളത്. എന്താണെന്നറിയില്ല, പോയി നോക്കാം. ഞാനിങ്ങനെ നടന്നു പോവാണേ. ഇതൊക്കെ ഖബറുകളാണ്. ഇതൊരു ഖബറാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. ആളുടെ അവരോട് ചോദിച്ചു കുറച്ച് നേരെ പോകാൻ പറഞ്ഞു. എന്തൊരു ബിൽഡിംഗ് അല്ലേ, പഴക്കം ചെന്ന ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ മദ്ഫന് ഉണ്ടോ? ഇതൊക്കെ ഓരോരുത്തരെ ഖബറുകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഹിസ്റ്ററികൾ ഉണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ല. ഇതെല്ലാം കണ്ടോ? അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഖബറുകളാണ്. ഈജിപ്ത് വല്ലാതെ ഭാഗ്യം ചെയ്തൊരു ഭൂമിയാണ്. എത്രയോ നബിമാർ, ഇമാമിയങ്ങൾ, ഔലിയാക്കളൊക്കെ വന്ന് പാദം പതിഞ്ഞ സ്ഥലമാണ് ഈജിപ്ത്. ഇവിടുന്ന് എങ്ങോട്ടോ തിരിയാനാണ് പറഞ്ഞത്. ഇവരോട് ചോദിക്കാം. ഇവിടെ ഒരു പണിക്കാരുണ്ട്. ആളൊഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. അയിന മഖ്ബറത്ത് ഇമാം ഷാഫി. ഓക്കെ, അവിടെ കാണുന്നുണ്ട് കേട്ടോ. അതായിരിക്കും മിക്കവാറും. ചെന്നോക്കാം. അസ്സലാമു. പഴയ വണ്ടിയില്ലേ, ഇതിന്റെ പേരെന്താ അറിയണമല്ലോ? പറയും. യക്കുല്ലു മഖാബിർ. മദ്ഫൻ. ഇവിടുത്തെ ആളുകളൊക്കെ നല്ല സ്നേഹമുള്ള ആളുകളാണ്. അസ്സലാമു അലൈക്കും. ഇങ്ങനത്തെ വണ്ടിയോടെ ഒരുപാട് കാണുന്നുണ്ട്. ഇതൊക്കെ ഖബറുകളാണ്. ഇതിനെക്കുറിച്ചൊരു സംഗതി ഉണ്ട്, ഞാൻ പറയാം. നമ്മളിപ്പോൾ ചെറിയൊരു ഗല്ലിയിലെത്തിയിട്ടുണ്ട്. ചെറിയ കടകളൊക്കെ കാണുന്നുണ്ട്. ഹുക്കാണല്ലോ കാണുന്നത്. ഹുക്ക വലിക്കുന്നത് ഈജിപ്തിൽ പ്രശസ്തമാണ് കേട്ടോ. കണ്ടോ, അതൊക്കെ ഹുക്ക വലിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇവിടെ ആരോടെങ്കിലും ചോദിക്കണം എവിടെയാണ് മഖ്ബറ എന്നുള്ളത്. ഇവിടെ ആരും കാണുന്നില്ല. ഈ മോനോട് ചോദിച്ചു നോക്കാം. ഇമാം ഷാഫി. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്ന എൻട്രൻസ് കഴിഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത്. ചെന്ന് നോക്കാം. ഇവിടെയൊക്കെ ചെറിയ കടകളും ഇതൊക്കെ ഉണ്ട്. ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. സിയാറത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. മാഷാ അല്ലാഹ്. ജീവിതത്തിൽ ഇവിടെ എത്താൻ കഴിയുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പഠിക്കുന്ന കാലത്തൊക്കെ സ്വപ്നം കണ്ടതാണ് ഇവിടെയൊക്കെ ഒന്ന് എത്തണമെന്ന്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, അപാരമായ തൗഫീഖ് കൊണ്ട് ഇവിടേക്ക് എത്തി. നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇവിടെ എൻട്രൻസ് കഴിഞ്ഞ് പറഞ്ഞാൽ തന്നെ അതുണ്ട്. ഇതല്ല ഹബീബി مسجد إمام. هنا ضريح سيدنا الإمام. اوكي يا مسجد. ده مسجد. اوكي. من هناك. من هناك خش كده تيجي مسجد. ഓക്കെ, ശുക്രാൻ. ഇത് പള്ളിയാണ്. ഞാൻ ഇതാണ് മഖ്ബറ എന്ന് കരുതി. പക്ഷെ അവിടെ പോയിട്ട് കുറച്ച് ഉള്ളിൽ പോയിട്ട് ആണ് മഖ്ബറ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മനസ്സിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷം. എവിടെയാണ് പോകുന്നത്? ഇത്രയും കാലം പഠിച്ച നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം ഷാഫിയെ കുറിച്ചുള്ള ഷൂസ് ഇവിടെ അഴിച്ചിട്ടുള്ളിൽ വെക്കണം. രാവിലെ ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ്.
സന്തോഷം, റാഹത്തായിട്ട് സിയാറത്ത് ചെയ്യാൻ പറ്റും. മാഷാ അല്ലാഹ്, ഇതിലാണ് വന്നത്. ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയുടെ എൻട്രൻസ്. ഇടാ എത്ര വലിയ ബഹുമതിയാണ് ഇവർ കൊടുക്കുന്നതിലെ. വലിയ ബിൽഡിങ്ങുകളും നിർമ്മാണങ്ങളൊക്കെ വെച്ച് മഖ്ബറയെ നല്ല വൃത്തിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ആളുകൾ സിയാറത്തിന് വരുന്നുമുണ്ട്. മാഷാ അല്ലാഹ്, ഉള്ളിൽ കടന്നാൽ ഇങ്ങനെയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ. മാഷാ അല്ലാഹ്, എത്ര പ്രൗഢിയിലാണ് ഇതൊക്കെ ഭംഗിയാക്കിയിട്ട് നിർമ്മിച്ചതെന്ന് നോക്കൂ. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമ് ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അവരുടെ തിരുനോട്ടം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ, അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ, അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഇരുലോകത്തും വിജയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവിടെ നിന്ന് എത്തുന്നുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞു. ഇനിയും ഒരുപാട് മഹാന്മാർ ഈജിപ്തിലുണ്ട്, നമുക്ക് അവിടെയൊക്കെ സിയാറത്ത് ചെയ്യണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഞാനിവിടെ സിയാറത്ത് കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കാൻ കേട്ടോ. മനോഹരമായ ഫീലിംഗ്. അല്ലാഹ്, ഒന്നും പറയാനില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കിതാബ് ഓതുന്ന സമയത്ത് ഷാഫി ഇമാം പേജ് മറിക്കുന്നത്, ആ പേജ് മറിക്കുന്ന ശബ്ദം കേൾക്കാത്ത രൂപത്തിൽ അത്രയും മര്യാദ പാലിച്ചിരുന്ന മഹാനാണ്. ഷാഫി ഇമാമിൻ്റെ ഈ മഖ്ബറയുടെ അടുത്ത് നവവി ഇമാം വന്നാൽ അടുത്തേക്ക് പോകാറില്ല, ബഹുമാനം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണല്ലോ, ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, ലോകം മുഴുവനും ഇൽമ കൊണ്ട് നിറക്കും പറഞ്ഞൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ്റെ അടുത്താണ് ഞാനിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ഓരോ തൗഫീഖ് നൽകുന്നതാണ്. അള്ളാഹു കബൂലാക്കട്ടെ, നിലനിർത്തി തരട്ടെ. ഇനിയും ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഷാഫി ഇമാമിൻ്റെ മഖാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നിടത്ത് ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച ഒരു സ്ഥലമുണ്ട്. ഇത് പണ്ടത്തെ മാർബിളാണത്രേ. ഇവിടെയും അതുപോലൊരു സ്ഥലമുണ്ട്. ഇതും പഴയ നിർമ്മാണത്തിൻ്റെ മാർബിളാണ്. 12ാമത്തെ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ നിർമ്മാണത്തിൻ്റെ മാർബിളാണ്. ഈ മക്കാമ് പിന്നെ ഒരുപാട് പുനരുദ്ധാരണത്തിന് വിധേയമായിട്ടുണ്ട്, ഇതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളും. പക്ഷേ ഇത് പഴയ നിർമ്മാണമാണ്. ഈ ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ മറ്റൊരു മഹാനുണ്ട്. അൽഹംദുലില്ലാ, അവരൊക്കെ സിയാറത്ത് ചെയ്യാൻ കഴിയുക എന്നത് വലിയ ഒരു മഹത്വമാണ്. ഇതാണ്ടോ, ഇതാരെ മക്കാമാണെന്നോ? സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലഹിയുടെ മഖാമാണ് ഇവിടെ. മാഷാ അല്ലാഹ്, വലിയ മഹാനാണ്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന സക്കരിയ അൻസാരിയാണ്. ഷാഫി മദ്ഹബിലെ ഖാദിയാണ്, മുഹദ്ദിസാണ്, ഹാഫിളാണ്, ലുഗവിയായിട്ടും സവൂഫിൽ വലിയ മർത്തബയുള്ള ആളാണ്. മാഷാ അല്ലാഹ്, അവരുടെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മഹാനായ സക്കരിയ അൻസാരി പഠിച്ചത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ തന്നെയാണ് പഠിച്ചത്. പിന്നെ ഇവിടുത്തെ പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ. മാഷാ അല്ലാഹ്, വലിയൊരു പള്ളിയാണ്. ഇവിടെ ജുമാക്ക് ഉണ്ടാവും. മാഷാ അല്ലാഹ്, ഈ പള്ളിയുടെ മിമ്പറാണിത്. ഡോറുണ്ട്, ഡോറ് തുറന്നിട്ട് മുകളിൽ കയറിയിട്ടാണ്. ഇതിന് ഒരുപാട് പടികളുണ്ട് കേട്ടോ, 3 പടി മാത്രമൊന്നുമല്ല. ഇതാണ് മിഹ്റാബ്. ഇവിടെ അങ്ങനെ ഒരു ചേമ്പറുണ്ട്. ജുമാ നിസ്കാരം അടക്കം ഈ ഒരു പള്ളിയിലുണ്ട്. വലിയ പള്ളിയാണ്, ചെറിയ പള്ളിയല്ല. ആ പള്ളിയുടെ മിനാരാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ ഒരു കോണി ഇവിടെ കാണുന്നുണ്ട്. അതെന്തിനാണെന്നറിയില്ല. ഇവിടെ മുകളിൽ റൂഫൊന്നുമില്ല, ഇങ്ങനൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗ്ലാസ് നല്ല രസമുണ്ട് കാണാൻ. പുറത്തത്തെ വെയിലടിച്ചിട്ടുള്ള പ്രകാശമാണത്, വേറെ ഇലക്ട്രിക്കലല്ല. ഇത് കണ്ടോ, വെയിലില്ലാത്തടത്ത് ഇല്ലല്ലോ. ഇവിടെ ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ട് വായിച്ചാൽ മനസ്സിലാകും. ഒരുപാട് ആൾക്കാരിവിടെ വരുന്നു, ഇവിടെ സിയാറത്ത് ചെയ്യുന്നു. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എഴുതിയിട്ട് വെക്കുന്നു. ചിലവർ ഹദിയ കൊടുക്കുന്നു. ചിലരൊക്കെ പറയും ഇതൊക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എന്നാൽ കണ്ടോളൂ, ഈജിപ്തിലും ഷാഫി ഇമാമിൻ്റെ ഖബറിൻ്റെ അടുത്തും ഇതൊക്കെ ചെയ്യുന്നതുണ്ട്. ഇതൊക്കെ നേരത്തെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ആ കുബ്ബയുടെ മുകളിൽ സാധാരണ ചന്ദ്രക്കലയൊക്കെ അല്ല ഉണ്ടാവല്. പക്ഷേ ഇവിടെ കണ്ടോ, ഒരു തോണിയാണ്, ഒരു തോണിയുടെ രൂപമാണ് വെച്ചിട്ടുള്ളത്. അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇൽമിൻ്റെ ബഹ്റാണല്ലോ. മാഷാ അല്ലാഹ്. അൽ ഖറാഫ് സെമിത്തേരി എന്ന് എഴുതി വെച്ചത് കണ്ടോ. ഈ ഏരിയ മൊത്തം ഒരുപാട് നമ്മൾ വരുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ഖബറുകൾ കണ്ടില്ലേ, അതെല്ലാം അൽ ഖറാഫ് സെമിത്തേരിയിൽ പെട്ടതാണ്. അത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് 20 AH, അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്താണ്. അങ്ങനെ അത്രയും പഴക്കമുള്ളതാണ് ഈ ഒരു ഖറാഫ് സെമിത്തേരി. അതിൽ പ്രധാനപ്പെട്ട ഒരു ഖബറാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ. സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം നല്ല വിശപ്പ്. ഇവിടുന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തു. മക്രോണിയാണ്, വേറെ ഒന്നുമില്ല. മക്രോണി ഒരു മസാലയുണ്ട്, സ്ട്രീറ്റ് കച്ചവടമാണ്. അതിനെനിക്കൊരു മലയാളി ഫ്രണ്ടിനെ കിട്ടിയേ, ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാത്തോട്ട് പഠിക്കണം.
അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ അടുത്ത സിയാറത്തിന് പോവാണ്. ഞാനിവിടെ ഇങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഒരു ഹബീബിനും കിട്ടിയ. നിങ്ങളുടെ പേര്? സുഫിയാൻ, കണ്ണൂർ. അപ്പോൾ മുപ്പരും സിയാറത്തിന് വരാമെന്ന് പറഞ്ഞു. നീ ഇങ്ങനെ ഗല്ലിയിലൂടെ നടന്നു പോകണം. എനിക്ക് റൂട്ട് അറിയില്ലായിരുന്നു. ആന്മാരെ പേരുകൾ മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ, റൂട്ട് അറിയില്ല. നമുക്ക് പോലെ എന്നാൽ ഇതൊക്കെ ഉള്ളിലെ ഗല്ലികളാണ് കേട്ടോ. ഡൽഹിയിലെ പല സ്ഥലങ്ങളും ഓർമ്മ വരും ഇതൊക്കെ കണ്ടാൽ. അൽഹംദുലില്ലാഹ്, ഈ ഖബർ സയ്യിദ് അബൂറുൽ അഫ്ഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറോടെ കാണാൻ പറ്റും. അൽഹംദുലില്ലാഹ്, അടുത്തൊരു മഖാമിൻ്റെ പരിസരത്തേക്ക് എത്തുകയാണ് കേട്ടോ. ഇതാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാമാണ് ഈ കാണുന്നത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അടച്ചിട്ടിരിക്കുകയാണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ വർക്ക് എടുക്കുകയാണ്. അവരുടെ പേര് എഴുതി വെച്ചൊരു ബോർഡ് ഇവിടെ ഉണ്ട്. വർക്ക് എടുക്കണോണ്ട് മഖാമിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അൽഹംദുലില്ലാഹ്, അവിടെ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അവിടെ ഉള്ളിൽ വർക്ക് നടക്കണോണ്ടേ പിന്നെ വീഡിയോ എടുക്കാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് അവിടെ സിയാറത്ത് ചെയ്ത് ഇറങ്ങി. ഹബീബിങ്ങൾ അപ്പോൾ ഓരോരോ മസാറുകളൊക്കെ സിയാറത്ത് ചെയ്ത് അവസാനം നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ അടുത്തേക്കാണ്. അവരുടെ ഖബറാണ് ഇവിടെ ഉള്ളത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുന്നേ നജാഷി രാജാവിൻ്റെ അടുത്തേക്ക് സ്വഹാബിമാരെ കളവാണെന്ന് പറയാൻ വേണ്ടി പോയ ആളായിരുന്നു. പിന്നീട് മുസ്ലിമായതിനു ശേഷം പിന്നീട് വലിയ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഫലസ്തീന്, ഇസ്രായേൽ, മിസ്ർ ഒക്കെ ഇസ്ലാമിൻ്റെ കീഴിലാക്കി ഇസ്ലാമിക ഭരണം സ്ഥാപിച്ച മഹാനാണ് ഇവിടെ കിടക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടെയൊക്കെ വരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് കബൂലാക്കട്ടെ. അള്ളാഹു നമ്മുടെ സിയാറത്തൊക്കെ കബൂലാക്കട്ടെ. ഞാനതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം. പിന്നെ വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഒരു സ്മെല്ല് വരുന്ന, നല്ല സ്മെല്ല് വരുന്ന ഒരു സംഗതികളുണ്ട്. അതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയേക്കാം. ഇൻഷാ അല്ലാഹ്. ഇപ്പോടെ ഊരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. കയറി ചെല്ലുന്നിടത്ത് ഈ ഭാഗത്തായിട്ടാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരു ഹോള് കണ്ടോ. ഈ ഉള്ളിലേക്കൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഹോളിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. നല്ല അത്രയുണ്ട്, ഇതുവരെ മണക്കാത്ത നല്ല സുഗന്ധം വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. അപ്പം ഇവരാണ് മിസ്റിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവന്നതും മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇസ്ലാമിക ഭരണം എത്തിച്ചതും. പിന്നെ നെയിലിൻ്റെ ചരിത്രം ഉണ്ടല്ലോ. നെയിൽ നദി വർഷത്തിൽ ഒഴുക്ക് നിന്നിട്ട് അതിലേക്കൊരു പെൺകുട്ടിയെ ഇടുന്ന ഒരാചാരം ഇവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മിസ്ർ കീഴടക്കി ഇസ്ലാമിക ഭരണം കൊണ്ടുവന്നപ്പം അന്ന് ഇവിടുത്തെ ആചാരം ഉണ്ടായിരുന്നു, നെയിൽ നദി വർഷത്തിൽ ഒഴുക്ക് നിൽക്കും. അങ്ങനെ പിന്നെ ഒരു പെൺകുട്ടിയെ മാറ്റിയൊരുക്കി അതിലേക്ക് ജീവൻ കൊടുക്കുമ്പോഴാണ് ആ ഒഴുക്ക് തുടരുക. അങ്ങനെ അത് ഉമർ റളിയല്ലാഹു അൻഹു കത്തയക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് ഒരു സന്ദേശം നെയിലിന് അയക്കുകയും, നെയിൽ നിൻ്റെ ഇഷ്ടത്തിന് ഒഴുകുകയാണെങ്കിൽ നിന്നോ, അള്ളാഹിൻ്റെ ഇതിൽ ഒഴുകുകയാണെങ്കിൽ ഒഴുകാൻ പറഞ്ഞൊരു കത്ത് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. ആ കത്ത് നെയിൽ നദിയിലേക്ക് ഇട്ടപ്പം നെയിൽ അതിൻ്റെ ഒഴുക്ക് തുടർന്നു എന്നൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്വഹാബി വര്യനാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ സിയാറത്ത് ചെയ്യാൻ കഴിയും എന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കരുതിയല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇവിടെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ വേറൊരു വലിയ മഹാനും കൂടിയുണ്ട്. ഇവിടെയും ഒരു വലിയ സംഗതി ഞാൻ കാണിച്ചു തരാം. ഇത് പള്ളിയാണ്. നിസ്കരിക്കുന്ന ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. മിഹ്റാബുണ്ട്, മിമ്പറുണ്ട്. ഇങ്ങനെയാണ് കിബില കേട്ടോ. ഇങ്ങനെയാണ് കിബില. ഒരു കോണാകൃതിയിലാണ് ഇവിടുത്തെ കിബില. പിന്നെ ഇവിടെയാണ് മറ്റൊരു മഹാൻ്റെ മഖ്ബറ. സയ്യിദ്ന ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണ് ഇവിടെ. അൽഹംദുലില്ലാഹ്, ഇതാണ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ. അൽഹംദുലില്ലാഹ്. പിന്നെ ഇവിടെ ഒരു മാർബിളിൻ്റെ പലകണ്ട, ഒരു ഗ്ലാസ് പോലെയുള്ള. ഇതിൻ്റെ ചരിത്രം പറയുന്നത് ഇദ്ദേഹം തിരിച്ച് മദീനയിലേക്ക് എത്തുമ്പോഴേക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും അങ്ങനെ മുത്തുനബി കണ്ണാടിയായി ഉപയോഗിച്ചിരുന്ന ഒരു ഗ്ലാസ്, ഒരു മാർബിളിൻ്റെ കഷ്ണം, അത് ആയിഷ റളിയല്ലാഹു അൻഹ ഈ മഹാന് കൊടുക്കുകയും ചെയ്തു എന്നുള്ള ചരിത്രമാണ് അതിനുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ മഹാൻ്റെ അടുത്തൊക്കെ സിയാറത്ത് കഴിഞ്ഞ് പറഞ്ഞാണ്. അല്ലാഹു നമ്മുടെ സിയാറത്തെല്ലാം സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇവിടെയൊക്കെ ഓരോ മഹാൻ്റെ അടുത്ത് പോകുമ്പോഴും മനസ്സിലുണ്ട്. ഇനിയും ഒരുപാട് മഹാന്മാരുടെ അടുത്ത് പോകാൻ നിൽക്കണം. ഇൻഷാ അല്ലാഹ്, എല്ലാ ഹലാലായ മുറാദുകളും വീട്ടിത്തരാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മഖാമാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം. പക്ഷേ അതൊരു ചെറിയ രൂപത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ച് നടക്കുകയാണ്. ഇനി അടുത്ത
മഹാന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനുണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്, ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.